വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഷാ ഫ്രണ്ടിൽ ഇരുന്ന് വണ്ടി ഓടിക്കുകയാണ് ഗൈസ്. നമുക്ക് ആർക്കെയില് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് 14 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്ത് കൊണ്ട് പോകുകയാണ് ഗൈസ്. സമയം 7:45 അല്പം താമസിച്ചു. കഴിഞ്ഞ വർഷവും നമ്മളായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ കറക്റ്റിന് പക്കായിട്ട് നേരത്തെ എണീറ്റ് പോവായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. പ്രാവശ്യം നമ്മൾ മാത്രമായതുകൊണ്ട് അതിൻ്റെതായ താമസമൊക്കെ വന്ന് 7:45 വരെ. കഴിഞ്ഞ പ്രാവശ്യം 6 മണിക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് അവിടെ ചെന്നിട്ട് ബാക്കി സെറ്റ് ചെയ്യണം. ജസ്റ്റ് നോർമൽ ക്രം കോട്ട് മാത്രമേ ഐസിങ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി ഇനി അവിടെ ചെന്നിട്ട് ഐസിങ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന അവിടെ പരിപാടി കുറച്ചൊക്കെ കാണും. അതൊക്കെ ഞാൻ പറ്റുമെങ്കിൽ എടുക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വളരെയധികം നന്ദിയുണ്ട് എല്ലാവർക്കും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. അപ്പം ഇനിയുള്ള വീഡിയോസൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും ലൈക്ക് ചെയ്യുന്നില്ല ഗൈസ്, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. കമൻറ്റൊക്കെയാണ് നമ്മുടെ പ്രചോദനം അല്ലേ? അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ബൈ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ആർക്കയിലേക്ക് പോവുകയാണ്. ഞാനും ഷായും മാത്രമാണ് കാറിൽ പോണത്. കേക്കൊക്കെ ഉള്ളതുകൊണ്ട് ആഷിക്കും മുസ്നയും സ്കൂട്ടിയിൽ വരുന്നുണ്ട്, പിറകെ തന്നെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കുറച്ചൊക്കെ ലേറ്റായി. കഴിഞ്ഞ വർഷം ഉമ്മ ഉള്ളതുകൊണ്ട് കറക്റ്റ് ടൈമിന് നമ്മൾ ഇറങ്ങുമായിരുന്നു. വിളിച്ചുണർത്തി. ഇത് നമ്മളാകുമ്പോഴത്തേക്കും ആ ഒരു ഇതിനെ ഇറങ്ങത്തുള്ളൂ. പക്ഷേ കറക്റ്റ് സമയത്തിന് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്തിനേക്കാൾ ഒരു 3/4 മണിക്കൂർ മുന്നേ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആർക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾ ആരൊക്കെയാണ് കേക്ക് ചെയ്തതെന്നും എങ്ങനെയാണെന്നും എന്താണെന്നും ഒക്കെ എല്ലാവർക്കും ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുകയെ. അങ്ങനെ നമ്മൾ ലിഫ്റ്റൊക്കെ കയറി മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് വീട്ടിൽ നിന്ന് ക്രം കോട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കോട്ടിങ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി ഇവിടെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മളാണ് ആദ്യം വന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ട് തരാനായിട്ട്. അപ്പോഴത്തേക്ക് അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് AC ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗൈസ് ഞാൻ നിന്ന് ഐസിങ് ചെയ്യുന്നത് കണ്ടോ. ഞാനിപ്പോൾ ഐസിങ് ചെയ്യാനൊക്കെ പഠിച്ചു. പണ്ട് ഉമ്മ എന്നോട് പറയുമായിരുന്നു കേക്ക് ഐസിങ് ചെയ്യാൻ പഠിക്കുന്നത്. പക്ഷേ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാനത് പഠിച്ചത്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കതിപ്പോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, ഷായും കേക്ക് ഐസിങ് ചെയ്യാൻ ഏറെക്കുറെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഷായുമാണ് കൂടുതലും ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നിന്നാണ് കേക്ക് ഐസിങ് ഒക്കെ ചെയ്തത്. നമുക്കപ്പോൾ 14 kgയുടെ കേക്കായിരുന്നു ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞാൽ 7 kg ഒരു കേക്കും 7 kg ഒരു കേക്കും അങ്ങനെ 2ആയിട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ആദ്യം ഒരു കേക്ക് മൂസന് നിന്ന് ഐസിങ് ചെയ്തു, മറ്റേ കേക്ക് നമ്മൾ നിന്ന് സഹായിച്ച് ഐസിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താണ്ട് ബാക്കിയുള്ള മുകളിലൊക്കെ മൂസനിങ്ങനെ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. എന്തിനാണ് കടന്നെല്ലാം കിടന്ന് കുത്തിപ്പിച്ചിട്ടാണ് വരുന്നത്? എന്താ ഉറക്കണീറ്റേൻ്റെ ദേഷ്യമാണെന്ന് അവിടെ ഐ തിങ്ക് മൂക്കിലാണെന്ന് കുത്തിയ. മൂക്ക് വീർത്ത് ചുമന്നിരിക്കുന്നു. ഇടക്കണ്ണിയുടെ അത് എന്തിനാ ഇതിനകത്തെല്ലാം കാണാം. ഗൈസ് ഷായും നമ്മുടെ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏറെക്കുറെ കേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിനിഷിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓരോരുത്തരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു. അവളെ ഐസിങ് ചെയ്യുന്നു ഗൈസ്. അമ്മയുടെ കഴിവ് ഞങ്ങൾക്കെല്ലാം കിട്ടി ഗൈസ്. നോക്കിയിട്ട് പോകുന്നത് കുഴപ്പമില്ല. ആളുകളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നു ഗൈസ്.
ഏകദേശം ഫിനിഷിങ്ങിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഒരു കേക്ക് മറ്റേ കേക്കും അതുപോലെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേക്ക് ഒരെണ്ണം അയച്ചു കഴിഞ്ഞിട്ടുണ്ട്, മറ്റേത് നോക്കാൻ പറയുമ്പോ നോക്കാൻ കാണിച്ച മനസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നേരെ വിപരീതം കാണിക്കുന്നവനാ. കേക്ക് ഏറെക്കുറെ നമ്മള് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്ന് ഗൈസ് ഇവിടുത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ. ഗൈസ് ഇതാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ. ഹായ് പറയാം. ഹായ് ക്രിസ്മസ് അപ്പൂപ്പ. ഡാൻസ് കളിക്കും. കുഞ്ഞു ക്രിസ്മസ് ട്രീ, ഒരു വലിയ ക്രിസ്മസ് ട്രീ, പിന്നെ ഒരുപാട് ആൾക്കാർ. ഇവിടുത്തെ സ്റ്റാഫ് ഷാ ഇത്രയും നല്ലൊരു ഡിസൈൻ ചെയ്യുമായിരുന്നു ഗൈസ്. മതി മതി അവിടെ ചെയ്യുന്നുണ്ട്. സഫലമീ ജീവിതം പ്രേമപൂർണം പാർവതി ലോകത്തിൽ.
ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. നമ്മുടെ കേക്ക് സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ആശിന് മുതൽ കടന്നലോകത്ത് മാറിയില്ലേ? ചിക്കനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു ഗൈസ്. അത് നോക്കാം. കൊള്ളാം. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.